ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ചുണ്ടാക്കാൻ പറ്റിയ ഒരു പാൽക്കറിയുടെ റെസിപ്പി കാണാം. ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റിയ നല്ല രസമുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാനിവിടെ 20 എണ്ണത്തോളം വെണ്ടയ്ക്ക ഇതുപോലെ കുറച്ച് കനത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക എടുക്കുമ്പോൾ അധികം മൂത്ത് പോവാത്ത വെണ്ടയ്ക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിച്ചോളൂ. ഇനി ഒരു 6 ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം ചിരവിയത് എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 3/4 കപ്പ് അളവിൽ ഫസ്റ്റ് പാലും 1/2 കപ്പ് അളവിൽ സെക്കൻഡ് പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ വെണ്ടയ്ക്കുള്ള വഴുവഴുപ്പ് പോകാൻ വേണ്ടി നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ചട്ടിയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത ശേഷം അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. വെണ്ടയ്ക്കുള്ള ഒരു വഴുവഴുപ്പില്ലേ, അത് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ പോയി കിട്ടും. എന്നിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റും കിട്ടും. ഇപ്പോൾ കണ്ടോ, വെണ്ടയ്ക്കയുടെ കളറൊക്കെ മാറി ഫ്രൈ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ആദ്യം 3/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 3 ഉണക്കമുളകും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 5-6 ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും 4 പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഇതുപോലൊന്ന് കളറ് മാറി വരുമ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇനി ഒരു തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് വേവായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. രണ്ടാം പാൽ ചേർത്ത ശേഷം ഇതിനി ഒന്ന് തിളച്ച് വരണം. ഇതുപോലൊന്ന് തിളച്ച് വരുമ്പോൾ നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച വെണ്ടയ്ക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഉപ്പ് നോക്കി പോരായുള്ള ഉപ്പ് കൂടെ ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഓൾറെഡി നമ്മൾ ഫ്രൈ ആക്കി വെച്ച വെണ്ടയ്ക്ക ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം വേവിച്ചെടുക്കേണ്ടതില്ല. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് അളവിൽ ഒന്നാം പാലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചൂടായി ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് കുറച്ച് ലൂസ് പരിവാണ് കേട്ടോ. പക്ഷേ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് കട്ടിയാവും. ഇനി നമുക്ക് കുറച്ച് സമയം മൂടി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വെണ്ടയ്ക്ക പാൽക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ ഒപ്പം ആയാലും ചപ്പാത്തിക്കൊപ്പം ആയാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.